അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്, അതോ ആലു ബോണ്ട. നമ്മൾ അടുപ്പ് കത്തിക്കാൻ ഒരു 3 ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ വെച്ച് ആദ്യം വേവിക്കാൻ വേണ്ടി പോവുകയാണ്. ഉരുളക്കിഴങ്ങ് വേവുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്രൈ പാൻ എന്നോ കത്തിച്ച് നമുക്ക് സവാള, ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റാൻ വെക്കാം. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടാൻ പോവുകയാണ്. സവാള ഇടാൻ പോവുകയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്കും കഴിഞ്ഞ പാടെ നമ്മൾ ക്യാരറ്റും പച്ചമുളകും കൂടി ഇടുകയാണ്. അടുത്ത് നമ്മളിത് നല്ലപോലെ ഒന്ന് വഴണ്ടു. നമ്മളിനിയും കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, കായപ്പൊടി ഇതെല്ലാം കൂടെ നമ്മളിട്ട് ഇടുകയാണ്. അപ്പം മല്ലിയിലയോട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 3 ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്താണ്. ഇത് നമ്മളിനി ഉടയ്ക്കാൻ വേണ്ടി പോയാണ്. ഉടച്ച് അതിനകത്ത് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രൈ പാൻ ചൂടാക്കാൻ പറ്റി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ശകലം ഇടുകയാണ്. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചത് നമ്മൾ ബോണ്ടയ്ക്ക് ഉരുട്ടുകയാണ്. ഉരുട്ടി മുട്ടയ്ക്കകത്ത് മുക്കി റസ്ക് പൊടിയാണിത്. റസ്ക് പൊടിക്കകത്ത്
അസ്സലാമു അലൈക്കും. അങ്ങനെ ഉരുളക്കിഴങ്ങ് ബോണ്ട അഥവാ ആലു ബോണ്ട റെഡി ആയിരിക്കുകയാണ്. ഇത് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ പോവുകയാണ്. എൻ്റെ മോനൊക്കെ തന്നെ ആദ്യം കൊടുക്കും. കഴിച്ച് അടിപൊളിയാണ്, വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കുക, അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ബുദ്ധിമുട്ട് കാരണം എൻ്റെ പെങ്ങൾ എനിക്ക് ഓർഡർ മേടിച്ച് തന്ന സാധനമാണ്. വീഡിയോ പിടിക്കാനെ കൊണ്ട് നമ്മുടെ കൈയൊക്കെ മൂന്നായിട്ട് ഒടിഞ്ഞാണ്. നമുക്ക് ഒറ്റയ്ക്കൊന്നും വീഡിയോ ഒന്നും പിടിക്കാനുള്ള ഒരു ശേഷിയില്ല. നമ്മൾ ഗൾഫിൽ നിന്ന് ലീവിന് കയറി വന്നപ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി നമ്മുടെ കൈയൊക്കെ മൂന്നായിട്ട് ഒടിഞ്ഞു പോയതാണ്. അപ്പം അങ്ങനെ നമുക്ക് പെങ്ങൾ മേടിച്ച് തന്നതാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.